അഹമ്മദാബാദിൽ വെച്ച് നടന്ന വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടമായിട്ടുള്ള രഞ്ജിതയെക്കുറിച്ചുള്ള ഒരു വിയോഗത്തിന്റെ കുറിപ്പ് FBയിൽ വന്ന സമയത്ത് നിമിഷങ്ങൾക്കുള്ളിൽ വൃത്തികേട് വിളിച്ചു പറഞ്ഞ പവിത്രൻ 12 ദിവസക്കാലമായിട്ട് ജയിലായിരുന്നു. അയാൾക്ക് ബെയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സമൂഹം കണ്ടിട്ടും വീണ്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് വീണ്ടും അവരെ അവഹേളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഒരുപക്ഷെ ഇന്നലത്തെ ചിതയ്ക്ക് തീ കൊളുത്തി അത് കെട്ടണയുന്നതിന് മുൻപ് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത കമന്റ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ അടക്കം അതിനകത്തുനിന്ന് വരുന്നുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെക്ക് ചെയ്തെടുത്തോളം ഫേക്കാണ്. ഒരു പക്ഷെ അത് തന്നെയായിരിക്കും വിശ്വാസം. കാരണം മറ്റ് പല വീഡിയോസും അതിനകത്ത് ഈ പറയുന്ന മോഷ്ടിച്ച് അതിലേക്ക് ആ ചാനലിലേക്ക് പകർത്തിയിട്ടിരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസ് എനിക്കൊന്ന് മീനുമായി ബന്ധപ്പെട്ട കുറച്ചൊക്കെ ആ ഒരു യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഫേക്ക് ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ഇതിൽ നിന്ന് എന്ത് വൃത്തികേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കും എന്ത് വൃത്തികേട് വിളിച്ചു പറയാം. അതായത് രഞ്ജിത കാമുകനൊപ്പം കറങ്ങി നടന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഗുജറാത്ത് വരെ എത്തിയത്. അത്തരത്തിൽ വൃത്തികേടുകളാണ് ആ കമന്റിലൂടെ വിളിച്ചു പറയുന്നത്. സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരുവൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ തിരക്കാതെ വീണ്ടും വീണ്ടും ആ വൃത്തികേട് ഈ പറഞ്ഞ ഏറ്റുപിടിക്കാൻ നടക്കുന്ന കുറേയധികം ആൾക്കാർ അതിന്റെ താഴെ വന്നിരിക്കുകയാണ്. എന്തിനാണ് അവൾ ഈ പറഞ്ഞ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാതെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞു പോയത്? അങ്ങനെ അത്തരത്തിലേക്കുള്ള ചിന്ത കൊണ്ട് നയിക്കാനായിട്ട് കുറേ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും എത്രത്തോളം ചെറ്റത്തരം ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു ധാരണയിൽ കൂടി മാത്രം പോകുന്ന ചില മനുഷ്യരെങ്കിലും, നികൃഷ്ടരായിട്ടുള്ള ചില മനുഷ്യരെങ്കിലും ഇപ്പോഴും പോവുകയാണ്. ആ കുടുംബത്തെയോ ആ കുട്ടികളുടെയോ ആ കുടുംബത്തിന് വേണ്ടി ഇതിന്റെ ഭാരം ചുമലിലേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയാതെ ഇങ്ങനെ വൃത്തികേട് വിളിച്ചു പറയുന്നവനെ ഏത് അറ്റം വരെ പോയിട്ടായാലും ഇവനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് തുറുങ്കിലടക്കുകയാണ് ചെയ്യേണ്ടുള്ളത്.